ഇതാണ് കന്യാകുമാരി വേറൊരു സ്പോട്ടും കൊണ്ട് ഇവിടെ മ്യൂസിയം ആണ് കേട്ടോ. സുനാമി മെമ്മോറിയൽ പാർക്ക്. പക്ഷെ ഇത് രാവിലെ ഓപ്പൺ ആയിരുന്നു. ഇനിയിപ്പം 4 മണിക്ക് ഓപ്പൺ ആകത്തുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മയില്, അതുപോലെ ചെറിയ ചെറിയ പക്ഷികൾ, അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ പർച്ചേസ് ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ ഷോപ്പിംഗ് ഞാൻ നോക്കട്ടെ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല ഇവിടെ, കുഴപ്പമില്ല വെച്ചാൽ. അതുപോലെ ബാഗുകളുണ്ട്, തുണിത്തരങ്ങളുണ്ട്, പിന്നെ കുഴപ്പമില്ല. ഇപ്പം ഇവിടെ ഇതിനൊരു സ്പോട്ട് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ടെമ്പിൾ ഉണ്ട് കേട്ടോ. അതിനി വൈകുന്നേരം ഓപ്പൺ ആകത്തുള്ളൂ, ക്ലോസ് ചെയ്തു ഓൾറെഡി. പിന്നെ നമുക്ക് ഇവിടെ നിന്നാൽ വിവേകാനന്ദ പാറ കാണാൻ പറ്റും. അതാണ് നമ്മുടെ വിവേകാനന്ദ പാറ. പിന്നെ അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ കൊണ്ട് കാണിച്ചു തരാവേ. പിന്നെ ഇപ്പം ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. കൊള്ളാം, അടിപൊളി. പിന്നെ മ്യൂസിയത്തിൽ കാണുന്നതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഇല്ല, ഫ്രീ ആണ്. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. എനിക്ക് തമിഴ്നാട്ടിൽ മാത്രമുള്ളതെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ. മിക്കതിനും എവിടെ കയറുന്നതിന് ഫ്രീ ആണ്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ലേഡീസിനൊക്കെ ഫ്രീ അല്ലേ ബസ്സിൽ കയറുന്നതിന്. 2 പിങ്ക് ബസ് ഉണ്ട്, അതിന് ഫ്രീ ആണ്. അതുപോലെ അത് അപ്പോൾ ഇവിടുത്തെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ കന്യാകുമാരി വരുന്നവർ ഇവിടെ കൂടെ വന്ന് കാണും. അത്ര ചെറിയൊരു സ്പോട്ടാണ്. ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൽ കയറാൻ ഒരിക്കലും പോകല്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മ്യൂസിയത്തിനടുത്ത് റെസ്റ്റ് എടുക്കാൻ ഒരു ഏരിയ ആണ് പറഞ്ഞല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ടോ. ഞാൻ ഒരിക്കൽ കൂടിയാണ് കന്യാകുമാരി വരുന്നവരൊക്കെ ഇവിടെ കൂടെ കയറിയിട്ട് പോകണം. ഇവിടെ ഒരിക്കലും പൊതുവെ ആർക്കും ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് വല്ല ഐഡിയ ഇല്ല. അതായത് നമ്മുടെ കന്യാകുമാരി ക്ഷേത്രമുണ്ട്. ആ ദേവി ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് അമ്പലത്തിനകത്തൂടെയാണ് ഈ ബീച്ചിലേക്ക് പോകുന്നത്. നമ്മുടെ മ്യൂസിയം പോകുന്നത് കേട്ടോ. നിന്നിട്ടേ ആ കടലിൽ വരും നോക്കിയേ. ആ കണ്ടിട്ടാണ് നമുക്കൊരു പേടി വരുന്നുണ്ടോ. നല്ല കാറ്റാ ഇവിടെ. ഒരു എനിക്ക് സത്യം പറയാം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവിടെ കാറ്റടിച്ച് നമ്മൾ എങ്ങോട്ടൊക്കെ തള്ളി, കാറ്റിന്റെ പ്രഷർ നമുക്കിവിടെ നിൽക്കാൻ പോലും വരുന്നില്ല. പിന്നെ നോക്കിയേ, ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ സത്യം കറക്റ്റായിട്ട് ഉപ്പ് കാറ്റടിക്കുവാണ്. ഇപ്പം എൻ്റെ ക്യാമറയിൽ ഇത് വീഴുന്നുണ്ട്, വെള്ളം നമ്മുടെ ഷർട്ടൊക്കെ നനയുന്നുണ്ട്, മൊത്തത്തിൽ ഉപ്പ്. ഞാൻ പറയാം, നിങ്ങൾ എത്രത്തോളം കേൾക്കുന്നുണ്ടോന്നും അതും എനിക്കറിയില്ല. ആക്ച്വലി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക്. നല്ല കാറ്റുണ്ട്, അടിപൊളി കാറ്റ്. കാറ്റിന്
സൗണ്ട് കാരണം എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. സംഭവം ഞാൻ പറഞ്ഞ കന്യാകുമാരി വരുന്ന ഈ ഒരു സ്പോട്ടും കൂടെ നിങ്ങൾ വിസിറ്റ് ചെയ്യണം, അല്ലാതെ പോവല്ലേ കേട്ടോ. നല്ല സ്ഥലമാണ്. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ബീച്ചിലൊക്കെ അതായത് ബീച്ചിലൊക്കെ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ സൂക്ഷിച്ചുകൊണ്ടൊക്കെ നിൽക്കണം. കടൽ നല്ല നോർമൽ കണ്ടീഷൻ കടൽ ഇവിടെ ഷോപ്പാണ് കേട്ടോ. ഇപ്പം നോർമൽ കണ്ടീഷൻ ആയിട്ട് കടൽ നല്ല ഇതായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പിള്ളേരൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അമ്മമാർ കൂടെ ഉണ്ടാവണം എന്നുള്ളൂ. പിന്നെ ഞാൻ പറയുമ്പോൾ ഇവിടെ വരുന്ന ഈ സ്പോട്ടും കൂടെ സന്ദർശിക്കുക. അപ്പം അതുപോലെ നമുക്ക് അങ്ങ് മാറി ചെറിയൊരു എന്താ പറഞ്ഞ അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ആക്ച്വലി ആ സംഭവം എനിക്കറിയില്ല. നമ്മളിങ്ങനെ അത് കാണാൻ പറ്റും ക്യാമറ കൂടെ കാണാം. അതിങ്ങനെ കയറി ഏറ്റവും ടോപ്പിൽ കയറാം. പക്ഷെ അത് കയറുന്ന കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ ചുറ്റിക്കെട്ടി അങ്ങോട്ടൊക്കെ പോകണം. അതൊരു വലിയൊരു ബുദ്ധിമുട്ട് കേട്ടോ. പോകേണ്ടവർക്ക് പോവാം. ഇപ്പോൾ ഓൾറെഡി എനിക്കിപ്പോൾ ഞങ്ങൾ പോവാൻ സമയമില്ല. രാവിലെ വന്ന് ഞാൻ ഇന്നലെ ഞങ്ങൾ വന്ന് ഓൾറെഡി ഇപ്പം തന്നെ ലേറ്റാണ്. പക്ഷേ നല്ലൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ പോകാൻ പറ്റുന്നില്ല. നല്ലൊരു സ്ഥലം കൂടിയാണ്. പിന്നെ കേട്ടോ കടലൊക്കെ കാണാമല്ലോ. അടിപൊളി കാറ്റാ. എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. നല്ല കാറ്റാ. അപ്പോൾ ഓക്കെ, ശരി. കടൽ വരുന്ന നോക്കി അങ്ങോട്ട് ഈ ചെറിയ കുഞ്ഞ് സുനാമി പോലെ വരുന്നു. സുനാമി ഒന്നുമല്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് പേടിക്കുന്നുണ്ട്. സുനാമി ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഒരു പഞ്ചിനോട് പറഞ്ഞു കേട്ടോ. ഓക്കെ, മ്യൂസിയത്തിൽ കയറാൻ ഒരിക്കലും പോകല്. അപ്പോൾ കുറേ പേർക്ക് ഈ മ്യൂസിയത്തെ കുറിച്ച് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. അപ്പം കന്യാകുമാരി വരുന്നവർ ഇവിടെ ഒരു സ്പോട്ടും കൊണ്ടൊക്കെ വരിക. അപ്പം